ഹലോ ഡിയർ ഫ്രണ്ട്സ്, സൈബർ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് VPN എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലരും VPN യൂസ് ചെയ്യുന്നുണ്ട്, പല പല പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് പലരും യൂസ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ VPN എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല. പലരും ചോദിക്കുന്ന ചോദ്യമാണ് VPN സേഫ് ആണോ, സുരക്ഷിതമാണോ ഉപയോഗിക്കാനെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് VPN കുറിച്ച് കൂടുതൽ അറിയാം. So the first question is, what is a VPN? Virtual Private Network. So VPN എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ആക്ച്വലി ഇറ്റ്സ് ഫോർ അവർ സേഫ്റ്റി. നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഹാക്കേഴ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സർവീസാണ് സത്യത്തിൽ VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എന്താണ് ചെയ്യുക, നമ്മളെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മൾ ഈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു എൻക്രിപ്ഷൻ, ഒരു ലോക്കിംഗ് മെക്കാനിസം നടക്കുന്നുണ്ട്. എവിടെ നിന്ന്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾ ഏത് സെർവറിലേക്കാണോ നമ്മൾ ഡാറ്റ മൂവ് ചെയ്യുന്നത്, എല്ലാം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ആണല്ലോ. അപ്പോൾ അതിനിടയിൽ ഒരു സുരക്ഷാ കവചമായിട്ട് നിൽക്കുന്ന ഒരു സേഫ്റ്റി മെഷറാണ് ശരിക്കും സത്യത്തിൽ VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലർക്കും അത് അറിയില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പബ്ലിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലെ വൈഫൈ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലൊക്കെ നമ്മുടെ ഡാറ്റ എൻക്രിപ്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്ന് നമ്മുടെ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ എന്തെങ്കിലും ഡാറ്റ ഒരു ഹാക്കറുടെ കയ്യിലോ, അത് മീൻസ് ഒരു ഇല്ലീഗൽ ഹാക്കറുടെ കയ്യിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൈം ചെയ്യുന്ന ആളുകളുടെ കയ്യിലോ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അവർക്കൊക്കെ അത് മിസ്യൂസ് ചെയ്യാനും അതുപയോഗിച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ VPNൻ്റെ സഹായത്തോടുകൂടി, ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ പുറത്തേതൊരു ഇൻ്റർനെറ്റ് കഫേ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ വൈഫൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലുള്ള വൈഫൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയെടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പബ്ലിക് വൈഫൈകൾ, ആ വൈഫൈകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, അത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിലോട്ട് കയറി അതുവഴി നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് അറ്റ് ആൾ സേഫ്. വളരെയധികം നമുക്ക് റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളവിടെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഹാക്കേഴ്സ് നമ്മളെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടാൻ സാഹചര്യം ഒരുക്കാത്ത, അല്ലെങ്കിൽ മീൻസ് അതിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ VPN ആക്ച്വലി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഡാറ്റ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിച്ച് നമ്മുടെ ഡാറ്റയെ ലോക്ക് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് യഥാർത്ഥത്തിൽ VPN എന്ന് പറയുന്നത്. സോ നൗ ഹൗ ഡസ് എ VPN നെറ്റ്വർക്ക് വർക്ക്സ്? എങ്ങനെയാണ് ഒരു VPN നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ നിന്ന് ഡാറ്റ മീൻസ് ട്രാൻസ്ഫർ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളൊരു സാധനം നമ്മൾ ബ്രൗസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്താൻ പോവുകയാണ്. ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ സെർവറിൽ നിന്നും നേരെ VPN, നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള VPN നെറ്റ്വർക്കിലേക്കാണ് ആദ്യം കണക്ഷൻ പോവുക. അവിടെ വെച്ച് നമ്മുടെ ഡാറ്റ എൻക്രിപ്റ്റഡ് ആവും. ഓക്കെ, എൻക്രിപ്റ്റ് ആയ ഡാറ്റ നമുക്ക് വേണ്ട സെർവറിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ എത്തിയിട്ട്, ഇപ്പോൾ നമുക്കൊരു ഡാറ്റയാണ് നമുക്ക് അവിടെ നിന്ന് എടുക്കേണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് അതെന്താവും, ഡീക്രിപ്റ്റഡ് ആവും. വീണ്ടും അവിടുന്ന് ഡാറ്റ തിരിച്ച് VPN സെർവറിലേക്ക് വരുന്നു, അവിടെ എൻക്രിപ്റ്റ് ആവുന്നു, വീണ്ടും നമ്മളിലേക്ക് എത്തുന്നു, നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അത് ഡീക്രിപ്റ്റഡ് ആവുന്നു. അതായത് നമ്മുടെ ഡാറ്റ ഒരു എന്താ പറയുക, നമ്മൾ ATMിലേക്കൊക്കെ പണം കൊണ്ടുപോകുന്നൊരു വാഹനമില്ലേ, നല്ലൊരു സെക്യൂരിറ്റി ഒഫീഷ്യൽസിൻ്റെ ഒക്കെ അകമ്പടിയോട് കൂടി സേഫായിട്ട് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ, അത്തരത്തിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ഡാറ്റയെ കൊണ്ടുപോകുന്നൊരു സെക്യൂരിറ്റി ആണ് ശരിക്കും VPN എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ, ഇതൊക്കെ ഒരു പാക്കറ്റ്സ് ആയിട്ടാണ് പോവുക. അപ്പോൾ ഈ പോകുന്ന ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ VPN നെറ്റ്വർക്ക് എൻക്രിപ്റ്റ് ചെയ്ത് സുരക്ഷിതമായിട്ട് നമുക്ക് എത്തിക്കേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിനെ എടുത്തിട്ട് ഇതിൽ നിന്നും ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് VPN ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. VPN നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും നമ്മുടെ ഒരു ഡാറ്റയും ട്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ ഒരു ഹാക്കർക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും നെഗറ്റീവായിട്ട് എടുക്കുന്ന ഏതെങ്കിലും ഇല്ലീഗൽ ക്രിമിനൽസിനോ എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഡാറ്റയിൽ എന്താണ് ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡാറ്റ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് എൻ്റെ കണ്ടൻറ്റ് എന്നുള്ള ഒരു വിവരവും അവർക്ക് എന്ത് ചെയ്യില്ല, എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. കാരണം ശ്രമിച്ചാലോട്ട് അവർക്ക് എന്ത് ചെയ്യില്ല, ഇറ്റ് വോണ്ട് ബി പോസിബിൾ ഫോർ ദം. സോ അടുത്തൊരു സെക്ഷനിലേക്ക് പോകുമ്പോൾ വൈ വി ഷുഡ് യൂസ് VPN. നമ്മൾ VPN നെറ്റ്വർക്ക് എന്തിനു ഉപയോഗിക്കണം, എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ദിനംദിനം ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ VPN ഇമ്പോർട്ടൻ്റ് ആണോ, നമ്മൾ വീട്ടിൽ വൈഫൈ ഉപയോഗിക്കുമ്പോൾ VPN ഇമ്പോർട്ടൻ്റ് ആണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രൈവസിയാണ്. ഓക്കെ, ഒരു കാരണം പ്രൈവസിയാണ്, നമ്മുടെ ഓൺലൈൻ പ്രൈവസി.
ഈ അഡ്വർടൈസേഴ്സ് അതുപോലെ ഹാക്കേഴ്സിനൊക്കെ നമ്മുടെ IP അഡ്രസ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VPN ഉണ്ടെങ്കിൽ അത് വളരെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസോ അൺവാണ്ടഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റോ ഹാക്കിങ്ങോ ഒന്നും എന്ത് ഉണ്ടാവില്ല നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഏതാണോ നമ്മുടെ ഇൻ്റർനെറ്റ് ഡിവൈസ് അതിലേക്ക് വരില്ല. കാരണം നമ്മുടെ IP അഡ്രസ്സ് മാസ്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതെന്താണെന്നുള്ളത് ആർക്കും അറിയാൻ കഴിയില്ല ഇഫ് യു ആർ യൂസിങ് എ VPN. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് VPN യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക് വൈഫൈകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ VPN യൂസ് ചെയ്തിരിക്കണം. എന്നാൽ നമ്മുടെ ഡാറ്റ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. രണ്ടാമത് പറയുന്നത് സെക്യൂരിറ്റി തന്നെയാണ്, പ്രൈവസി പോലെ തന്നെ സെക്യൂരിറ്റി. അതായത് നമ്മുടെ ഡാറ്റ ഹാക്കേഴ്സിനൊന്നും കിട്ടാതിരിക്കാൻ, ഒരു കാരണവശാലും ഒരു ഹാക്കേഴ്സും നമ്മുടെ ഡാറ്റ ഉപയോഗിക്കാതിരിക്കാൻ, അവർക്ക് കിട്ടാതിരിക്കാൻ VPN യൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എസ്പെഷ്യലി നമ്മളിത് ചിന്തിക്കേണ്ടത് എപ്പോഴാണ്, പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു VPN ശ്രദ്ധിക്കണം. നമ്മളെ ഹോം നെറ്റ്വർക്കൊക്കെ ആണെങ്കിൽ ക്ലോസ്ഡ് ആണ്, അതിൻ്റെ പാസ്വേഡൊക്കെ ഹൈലി പ്രൊട്ടക്റ്റഡ് പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വി ഡോണ്ട് നീഡ് ടു വറി. നമുക്ക് എന്ത് ചെയ്യാം, വളരെ സേഫായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. മറ്റൊന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ റെസ്ട്രിക്ഷൻസ് നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് എത്രത്തോളം ലീഗലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില ഏരിയകളിൽ ചില കണ്ടൻസ് ഒന്നും അവൈലബിൾ ആവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ UAE-ലൊക്കെ ഇപ്പോൾ UAE-ലെ കേസൊക്കെ പറയുകയാണെങ്കിൽ വാട്സപ്പ് കോളിംഗ് ഒന്നും എന്തല്ല, ലീഗലല്ല. അവിടെ വാട്സപ്പ് കോളിംഗ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവിടെയുള്ള ആളുകൾ VPNs യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വാട്സപ്പ് കോൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ VPN അത്തരത്തിൽ നമുക്ക് ജിയോ റെസ്ട്രിക്ഷൻസ് മറികടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, അവർ UAE-ൽ വർക്ക് ചെയ്യുന്ന UAE സെർവറാണ്. അവരെന്താ ചെയ്യുന്നത്, ആ സെർവർ മാറ്റിയിട്ട് ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ വാട്സപ്പ് കോളിംഗ് അലൗഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ സെർവർ ഉപയോഗിച്ചിട്ട് ആ നെറ്റ്വർക്ക് കണക്റ്റ് ആവും. ആ നെറ്റ്വർക്കിന് പിന്നെന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, സോ ഐ ആം ഫ്രോം ദിസ് കൺട്രി. ഓക്കെ, നമ്മളിപ്പോൾ VPN മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ IP മാറി വേറെ രാജ്യത്തിലേക്ക് IP ട്രാൻസ്ഫർ ആയി. പിന്നെ ആ വാട്സപ്പ് എന്താ ഡിറ്റക്ട് ചെയ്യുക, ഒബ്വിയസ്ലി ആ രാജ്യം നമ്മൾ VPN ആയിട്ട് കൊടുത്ത സെർവർ ഏതാണോ ആ രാജ്യത്തിൻ്റെ ഒരു IP ആണ് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സോ ദാറ്റ്സ് ഹൗ, എന്താ പറയുക, എത്രത്തോളം ലീഗലായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ജിയോ റെസ്ട്രിക്ഷൻസ് മറികടക്കാൻ, ബൈപ്പാസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഫയൽ ഷെയറിങ് ആക്ടിവിറ്റീസ്, നമുക്കിപ്പോൾ ഒരു ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണം, വിച്ച് ഈസ് കോൺഫിഡൻഷ്യൽ എന്ന് വിചാരിക്കുക. നമ്മുടെ ചില ഫയലുകളൊന്നും നമുക്കങ്ങനെ എല്ലാവരും കാണുന്ന തരത്തിലുള്ള ഫയലുകളല്ലാത്ത വളരെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു യൂസ് എ റെപ്യൂട്ടഡ് VPN സർവീസ്. കാരണം നമ്മുടെ ഫയലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് മറ്റുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വി നീഡ് ടു യൂസ് എ വെരി റെപ്യൂട്ടഡ് VPN സർവീസ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് റിമോട്ട് ആക്സസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വേറൊരു രാജ്യത്താണ്, അവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ വീട് അടച്ചുപൂട്ടി പോയത്, നമ്മളെ വീട്ടിൽ സെക്യൂരിറ്റി സർവീസുകളുണ്ട്, ലൈക്ക് CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുക, അവിടെ നിന്ന് ലഭിക്കുന്ന വൈഫൈ ഒബ്വിയസ്ലി അത് പബ്ലിക് വൈഫൈ ആവും. അപ്പോൾ ആ വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വീട്ടിലുള്ള സെക്യൂരിറ്റി ഫീച്ചറൊക്കെ നേരിട്ട് എടുത്ത് നോക്കുകയാണ്. ഡോണ്ട് എവർ ഡു ദാറ്റ്. കാരണം അതുവഴി ആരെങ്കിലും ആ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഐഡൻറ്റിഫൈ, ദേ ക്യാൻ ട്രാക്ക് അവർ ആക്ടിവിറ്റി. നമ്മുടെ ആക്ടിവിറ്റി പെട്ടെന്ന് അവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് അവർക്ക് കൂളായിട്ട് അവിടെ നിന്ന് ആക്സസ് കിട്ടും. സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു VPN യൂസ് ചെയ്ത് മാത്രമേ റിമോട്ട് ആക്സസ് നടത്താൻ പാടുള്ളൂ നമ്മുടെ ഹോം നെറ്റ്വർക്കിലേക്കുള്ള. സോ ഇത്രയും കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു VPN ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് ഹൗ ടു ചൂസ് എ റൈറ്റ് VPN, ശരിയായ ഒരു VPN എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് VPN പ്രൊവൈഡേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. മിക്കതും പെയ്ഡാണ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള VPN സർവീസുകളൊക്കെ വളരെ കുറവാണ്. ഇനി അഥവാ ഫ്രീ ആയിട്ടുള്ള സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ VPN നെറ്റ്വർക്ക്സ് എടുക്കുമ്പോൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, വളരെ സേഫാണ് നമുക്ക് ഉറപ്പുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ VPN അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന VPNs ഒക്കെ എടുക്കുക. അപ്പോൾ വിൻഡോസിലൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, VPNs ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. അതായത് വിൻഡോസിന് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് വിൻഡോസ് PC ഉപയോഗിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു VPN സർവീസാണ് പലാദിൻ VPN എന്ന് പറയുന്നത്. അത് നമ്മുടെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ആൻഡ്രോയിഡ് ഡിവൈസിനൊന്നും അത്തരത്തിൽ ഫ്രീ VPNs ഒക്കെ കുറവാണ്. പിന്നെ നമ്മൾ മോഡ് ചെയ്ത് അല്ലെങ്കിൽ ക്രാക്ക് ചെയ്തൊക്കെ എടുക്കണം. അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന VPN ഒരിക്കലും സേഫ് അല്ല. നിങ്ങളുടെ ഡാറ്റ ഒരു ഭാഗത്തോടെ ചോർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ VPN ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള, നല്ല എന്താ പറയുക,
ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള VPNs മാത്രം സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം VPN വാങ്ങുക, അത് മാത്രം യൂസ് ചെയ്യുക. സോ VPN ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ ആവശ്യാർത്ഥം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡാറ്റ പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, VPN ഉപയോഗിക്കുന്നത്. VPN എന്ന് പല ആളുകളും ഇല്ലീഗൽ കണ്ടൻറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും സേഫ് അല്ല. നമ്മൾ ഇല്ലീഗൽ കണ്ടൻറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് VPN ഉപയോഗിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ IP മീൻസ് നമ്മുടെ ഇൻ്റർനെറ്റ് മീൻസ് റെപ്പോസിറ്ററികളിലൊക്കെ നെഗറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്യാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും VPN സർവീസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും എന്ത് ചെയ്യുക, റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ട്രസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.